ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്നത്തെ നമ്മുടെ SCERT ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ പഠിക്കുന്നത്. എൻ്റെ ക്ലാസ് കണ്ട് പഠിക്കുന്നവരായാലും അതുപോലെ തന്നെ സ്വന്തമായിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്നവരായാലും ഈ ഒരു ചാപ്റ്റർ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം കേട്ടോ. കാരണം നമുക്ക് പഠിക്കാനുള്ള, അതായത് ഭരണഘടനയിൽ പഠിക്കാനുള്ള ഒരുപാട് പോയിന്റ്സ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നുണ്ട്. മറ്റൊരു ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ വിട്ടുകളയരുത് കേട്ടോ. അപ്പോൾ പെന്നും ബുക്സൊക്കെ എടുത്ത് റെഡി ആയിട്ട് എൻ്റെ കൂടെ പഠിക്കാനായിട്ട് വാട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ക്ലാസ് ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കുന്നവർ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കേ. 5ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ ഡോക്ടർ BR അംബേദ്കറുടെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് 1949 നവംബർ 25 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ഈ ഒരു BR അംബേദ്കർ നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ ഭാഗമാണ്. നവംബർ 25 നവംബർ 26 പ്രത്യേകത എന്തായിരുന്നു? ഭരണഘടനാ ദിനമാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നോക്കാം. സമത്വത്തിന്റെ അഭാവത്തിൽ സ്വാതന്ത്ര്യം അനേകരുടെ മേൽ ചുരുക്കം ചിലരുടെ ആധിപത്യം സൃഷ്ടിക്കും. സ്വാതന്ത്ര്യത്തിന്റെ അഭാവത്തിലുള്ള സമത്വം വ്യക്തി മുന്നേറ്റങ്ങളെ ഹനിക്കും. സാഹോദര്യത്തിന്റെ അഭാവത്തിൽ സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും സ്വാഭാവികത കൈവരിക്കാൻ കഴിയില്ല. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ വരുന്ന 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് നമുക്കറിയാം: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഭരണഘടനയിലും അതുപോലെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിലൊക്കെ ഈ 3 വാക്കുകളുടെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ ഈ ഒരു പ്രസംഗത്തിൽ ഇദ്ദേഹം പറയുന്നത്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ എല്ലാ പൗരർക്കുമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. മൗലികാവകാശങ്ങളായും അതുപോലെ രാഷ്ട്രനയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളായും അവയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം രാഷ്ട്രത്തോടും സമൂഹത്തോടും പൗരർ പുലർത്തേണ്ട മൗലിക കർത്തവ്യങ്ങളും ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും കർത്തവ്യങ്ങളുമാണ് ഈ ഒരു പാഠത്തിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്? മൗലിക അവകാശങ്ങളുണ്ട്, അതുപോലെ നിർദ്ദേശക തത്വങ്ങളുണ്ട്, അതുപോലെ മൗലിക കർത്തവ്യങ്ങളും ഉണ്ട് അല്ലേ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതികളുടെ അധ്യക്ഷനായിരുന്നു. രൂപീകരണ വേളയിൽ 389 അംഗങ്ങളുണ്ടായിരുന്ന സഭ 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 299 അംഗങ്ങളായി പുനഃസംഘടിക്കപ്പെട്ടു. അപ്പോൾ എന്നായിരുന്നു? 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. അപ്പോൾ ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്ഥിരം അധ്യക്ഷൻ. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു 3 പ്രധാന ഉപസമിതിയുടെ അധ്യക്ഷനായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോട്ട് ചെയ്യാൻ കേട്ടോ, ഇതൊക്കെ പ്രസ്താവനയായിട്ട് ചോദിക്കും. അതുപോലെ രൂപീകരിക്കുമ്പോൾ 389 അംഗങ്ങളുണ്ടായിരുന്നു. എന്നാലും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം എത്രയായിരുന്നു അംഗങ്ങൾ? 299 അംഗങ്ങളാണ് കേട്ടോ പിന്നീട് ഉണ്ടായിരുന്നത്. അടുത്ത ഹെഡിങ് ആണ് അവകാശങ്ങൾ. അവകാശങ്ങൾ എന്നാൽ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കുകയും രാഷ്ട്രം നിയമമായി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ്. അപ്പോൾ അവകാശങ്ങൾ എന്നാൽ നമ്മൾ ഉന്നയിക്കപ്പെടുന്ന അവകാശവാദങ്ങളിൽ സമൂഹം സ്വീകരിക്കപ്പെടുന്നത് പോലെ രാഷ്ട്രം നിയമമായി അംഗീകരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ് അവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വ്യക്തികൾക്ക് അവകാശങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇവ നിയമമായി നടപ്പിലാക്കേണ്ടത് ഗവൺമെന്റ് ആണ്. അതിനായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെന്റിന് ചില പരിമിതികൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ അവകാശ ലംഘനമുണ്ടായാൽ അതിനുള്ള പരിഹാരവും ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ അവകാശങ്ങൾ എന്നാൽ എന്താണ്? ജനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന അവകാശങ്ങളിൽ സമൂഹം സ്വീകരിക്കുന്നതും അതുപോലെ രാഷ്ട്രം നിയമമായി അംഗീകരിച്ച് നടപ്പിലാക്കുന്നവയുമാണെന്ത് അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ. വ്യക്തികൾക്ക് അവകാശങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവ നിയമമായി നടപ്പിലാക്കേണ്ടത് ആരാണ്? ഗവൺമെന്റ് ആണ്. അപ്പോൾ ഇതിനായി മിക്ക ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയിൽ ഒരു പട്ടിക തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതായത് മൗലികാവകാശങ്ങൾ അല്ലേ. ഈ അവകാശങ്ങളുടെ പട്ടിക വ്യക്തികളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നതിന് ഗവൺമെന്റിനും ചില പരിമിതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടാതെ അവകാശ ലംഘനം ഉണ്ടായാൽ അതിനുള്ള പരിഹാരവും ഉറപ്പാക്കുന്നുണ്ട്. ഇനി ഇവിടെ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളതാണ് മനുഷ്യാവകാശങ്ങൾ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യർ എന്ന നിലയിൽ ജാതി, മതം, വംശം, വർണ്ണം, ദേശം, ഭാഷ, ലിംഗപദവി തുടങ്ങിയ വിവേചനങ്ങൾ ഏതുമില്ലാതെ
അന്തസ്സുറ്റതും തുല്യതയിൽ അധിഷ്ഠിതവുമായ ജീവിതം നയിക്കുന്നതിന് ലോകത്തെല്ലാവർക്കും അവകാശമുണ്ട്. ഇത്തരത്തിൽ സാർവത്രികമായി മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വിവേചനങ്ങൾ ഏതുമില്ലാതെ തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ലോകത്തെ എല്ലാവർക്കും അവകാശമുണ്ട് അല്ലേ. ഇത്തരത്തിൽ എന്താണ് സാർവത്രികമായിട്ട് മനുഷ്യന്റെ അഭിമാനത്തെയും വ്യക്തിത്വത്തെയും സംരക്ഷിക്കുന്ന അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ഹെഡിങ് ആണ് മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്. അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനും അനിവാര്യവുമായ ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അന്തർദേശീയ തലത്തിൽ മനുഷ്യാവകാശങ്ങളായി കണക്കാക്കുന്നതും ജനാധിപത്യ സംവിധാനത്തിൽ പൗരരുടെ അന്തസ്സിനും സ്വാതന്ത്ര്യത്തിനും അതിജീവനത്തിനൊക്കെ അനിവാര്യവുമായിട്ടുള്ള ചില അടിസ്ഥാന അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത്. രാഷ്ട്രങ്ങൾ അംഗീകരിച്ച് സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇത്തരം അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. ലോകത്ത് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ അതത് രാജ്യങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ചില സുപ്രധാന അവകാശങ്ങൾ മൗലികാവകാശങ്ങളായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാനവ ചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിയിച്ചത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ അതത് രാജ്യത്തിൻ്റെ സാഹചര്യങ്ങൾക്കൊക്കെ അനുസൃതമായിട്ട് അനുസരിച്ച് ചില സുപ്രധാന അവകാശങ്ങൾ മൗലികാവകാശങ്ങളായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മാനവ ചരിത്രത്തിലെ ചില സുപ്രധാന ഏടുകളാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയത്തിലേക്ക് വഴിതെളിയിച്ചത്. ഇനി ഇവിടെ ഒരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. മൗലികാവകാശങ്ങളുടെ നാൾവഴി എന്ന് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ തന്നെ എന്താണ്? മാഗ്നാ കാർട്ട. 1215 ഒരു മാഗ്നാ കാർട്ടയാണ്. പൗരാവകാശങ്ങളുടെയും സ്വാതന്ത്ര്യത്തെയും പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് 1215 ഒരു മാഗ്നാ കാർട്ട. ഇതെന്താണ്? പൗരാവകാശങ്ങളെയും അതുപോലെ സ്വാതന്ത്ര്യത്തെയും ഒക്കെ പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. ഇതേ സെന്റൻസ് ചിലപ്പോൾ നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയൊക്കെ പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖയാണ് 1215 ജോൺ രണ്ടാമൻ ഒപ്പുവെച്ച മാഗ്നാ കാർട്ട. അപ്പോൾ ആരാണ് ഒപ്പുവെച്ചത്? ജോൺ രണ്ടാമനാണ് കേട്ടോ. നോട്ട് ചെയ്യണേ. അടുത്തത് ഏതാണ്? അമേരിക്കൻ അവകാശ പത്രിക 1789 കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ് ബിൽ ഓഫ് റൈറ്റ്സ്. അമേരിക്കൻ അവകാശ പത്രിക എന്നാണ് 1789 നിലവിൽ വന്നത്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖയാണ് കേട്ടോ ഇത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയിൽ പരാമർശിച്ചിരിക്കുന്ന അവകാശ രേഖ ഏതാണ്? അമേരിക്കൻ അവകാശ പത്രികയാണ്. 1789 ഡേറ്റ് ഒക്കെ നോട്ട് ചെയ്യണേ. അതുപോലെ അടുത്തത് എന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് പറയുന്നതാണ് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. അതും ഇതേ വർഷം തന്നെയാണ് 1789 കേട്ടോ. എന്താണ് ഇതിൻ്റെ നിർവചനമായിട്ട് കൊടുത്തിട്ടുള്ളത്? ലോക രാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണം. അപ്പം ലോക രാജ്യങ്ങളെ സ്വാധീനിച്ച മനുഷ്യാവകാശങ്ങളെ നിർവചിക്കുന്ന അവകാശ പ്രമാണം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും, അതായത് അമേരിക്കൻ അവകാശ പത്രികയും അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മനുഷ്യാവകാശ പ്രഖ്യാപനവും രണ്ടും ഒരേ ഡേറ്റ് തന്നെയാണ് 1789. അടുത്തത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. അത് 1948 കേട്ടോ. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അല്ലെങ്കിൽ എന്താണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് എന്നാണ് 1948. ഇപ്പോൾ എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ചൊരു അവകാശ രേഖയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്നാണ് ഈ ഒരു ഡേറ്റ് നോട്ട് ചെയ്യണേ? 1948. ഇതെന്താണ്? എല്ലാ അംഗരാജ്യങ്ങളിലും നടപ്പിലാക്കുന്നതിനായിട്ട് ഐക്യരാഷ്ട്ര സംഘടന പുറപ്പെടുവിച്ചൊരു അവകാശ രേഖയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ കൂട്ടിച്ചേർക്കാൻ കാരണമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് മാഗ്നാ കാർട്ട എന്താണെന്നാണ്. ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ആദ്യകാല രേഖയാണ് മാഗ്നാ കാർട്ട. വലിയ പ്രമാണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക പ്രമാണമാണിത്. 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു.
അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബ്രിട്ടനിൽ അവകാശങ്ങളെ സംബന്ധിച്ച് രൂപപ്പെട്ട ഒരു ആദ്യകാല രേഖയാണിത് മാഗ്ന കാർട്ട. അപ്പോൾ എവിടെയാണ് രൂപപ്പെട്ടത്? ബ്രിട്ടനിലാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? വലിയ പ്രമാണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിലെന്താണ്? രാജാവും രാജാവിൻ്റെ ഭരണകൂടവും നിയമത്തിന് അതീതരല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഔദ്യോഗിക പ്രമാണമാണ് കേട്ടോ ഇത്. ഇനി ആദ്യമായിട്ട് 1215 ഇംഗ്ലണ്ടിലെ ഭരണാധികാരിയായിരുന്ന ജോൺ രാജാവ്, അതായത് ജോൺ രണ്ടാമനാണ്, ജോൺ രാജാവിനെ ഈ രേഖയിൽ ജനങ്ങൾ നിർബന്ധിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും ഇത് പിന്നീട് അടിസ്ഥാനമായി മാറി. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ്, ബിൽ ഓഫ് റൈറ്റ്സ് എന്നീ അവകാശ രേഖകൾ മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സും അതുപോലെ ബിൽ ഓഫ് റൈറ്റ്സും കേട്ടോ. ഈ ഒരു മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. അപ്പോൾ ഈ ഒരു മാഗ്ന കാർട്ട പിന്നെന്താണ്? ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധികാരങ്ങൾക്കും നിയമതത്വങ്ങൾക്കും പിന്നീട് അടിസ്ഥാനമായി മാറിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് അതുപോലെ ബിൽ ഓഫ് റൈറ്റ്സ് ഒക്കെ ഈ ഒരു മാഗ്ന കാർട്ടയുടെ സ്വാധീനത്താൽ രൂപപ്പെട്ടവയാണ്. അടുത്തതാണ് അമേരിക്കൻ അവകാശ പത്രിക. അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ് അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. മതവിശ്വാസത്തിനുള്ള അവകാശം, അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, അതുപോലെ സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടന പൗരർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശ പത്രികയിലാണ് ഏതൊക്കെ ഇത്രയും അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ അവകാശങ്ങളൊക്കെ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ കടം കൊണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ഏതൊക്കെയാണ്? മതവിശ്വാസത്തിനുള്ള അവകാശം 1, രണ്ടാമത്തത് അഭിപ്രായ പ്രകടനത്തിനുള്ള അവകാശം, പിന്നെ മൂന്നാമത്തത് മാധ്യമ പ്രവർത്തനത്തിനുള്ള അവകാശം, നാലാമത്തത് എന്താണ്? സമാധാനപരമായി സംഘം ചേരാനുള്ള അവകാശം, അതുപോലെ എന്താണ്? ജീവനും സ്വത്തിനും സംരക്ഷണത്തിനുമുള്ള അവകാശം. ഇത്രയും അവകാശങ്ങളൊക്കെ എന്താണ്? അമേരിക്കൻ ഭരണഘടന പൗരർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. അടുത്തത് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ. എന്താണ്? 1789 ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പ്രഖ്യാപിച്ച അവകാശ രേഖയാണിത്. ഈ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 1789 ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത്. എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ ഒരു രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. പൗരർ ജന്മനാ സ്വതന്ത്രരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും സാമൂഹിക വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ഈ പ്രഖ്യാപനം പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറയുന്നത്? എല്ലാ പൗരർക്കും വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ ഈ രേഖ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ പിന്നെന്താണ്? പൗരർ ജന്മനാ സ്വാതന്ത്ര്യരും അവകാശങ്ങളിൽ തുല്യതയുള്ളവരുമാണെന്നും അതുപോലെ സാമൂഹിക വ്യത്യാസങ്ങൾ പൊതു നന്മയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നും ഈ ഒരു പ്രഖ്യാപനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാഗ്ന കാർട്ടയും അതുപോലെ തന്നെ എന്താണ് അമേരിക്കൻ അവകാശ പത്രികയും ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനവും അതുപോലെ തന്നെ എന്താണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമൊക്കെ നമ്മുടെ മൗലികാവകാശങ്ങൾ എന്ന ആശയത്തിന്റെ രൂപീകരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പല ജനാധിപത്യ രാജ്യങ്ങളിലെയും ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയതിൽ ഈ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയിലും ചില അവകാശങ്ങൾ മൗലികാവകാശങ്ങളായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്ത ഹെഡിംഗ് ആണ് മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ. ഏതൊക്കെയാണ് നമ്മുടെ മൗലികാവകാശങ്ങൾ എന്ന് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സ്വാധീനിച്ച നിരവധി ഘടകങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് ഇതിൽ സുപ്രധാനമായിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ എന്നിവ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ച മറ്റു ഘടകങ്ങളാണ്. അപ്പോൾ എന്താണ് നമ്മുടെ മൗലികാവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനുള്ള എന്താ കാരണം എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ ജനത അനുഭവിക്കേണ്ടി വന്ന അവകാശ നിഷേധങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. പിന്നെന്താണ് സ്വാതന്ത്ര്യ സമരം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, അതുപോലെ ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ എന്നിവയൊക്കെ ഈ ഒരു മൗലികാവകാശങ്ങളെ ഉൾപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇനി മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും മൗലികാവകാശങ്ങളുടെ നാൾവഴികളായ അവകാശ രേഖകളും നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിലൊക്കെ പരാമർശിച്ചിട്ടുള്ള അവകാശങ്ങളും അതുപോലെ മൗലികാവകാശങ്ങളുടെ നാൾവഴികളായിട്ട് ഉള്ള അവകാശ രേഖകളൊക്കെ നമ്മൾ കണ്ട്. ഇതൊക്കെ നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ സൈഡിലായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ഭരണഘടനാ ദിനം. നവംബർ 26 ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത്. അപ്പം നവംബർ 26 എന്ത് ദിനമാണ്? ഭരണഘടനാ ദിനമാണ്. എന്തുകൊണ്ടാണ് 1949 നവംബർ 26 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ദിനം ആചരിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ ദിനം എന്നാണ് നവംബർ 26 കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 അതായത് പാർട്ട് 3 മൗലികാവകാശങ്ങൾ ഉൾച്ചേർത്തിരിക്കുന്നത്. സാധാരണയായി നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതും ഭരണഘടനയാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എന്താണ്? ഭാഗം 3 മൗലികാവകാശങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സാധാരണയായിട്ട് നിയമപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നത് സാധാരണ നിയമങ്ങളാണ്. എന്നാൽ മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നതും ഉറപ്പുവരുത്തുന്നതൊക്കെ എന്താണ്? ഭരണഘടന തന്നെയാണ്. അപ്പോൾ ഏതൊക്കെയാണ് മൗലികാവകാശങ്ങൾ നോക്കാം. ആദ്യം തന്നെ സമത്വത്തിനുള്ള അവകാശമാണ്. റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് ഒന്നാമത്തത്. നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ നിയമ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന അവകാശമാണെന്ന് സമത്വത്തിനുള്ള അവകാശം. ഈ അവകാശപ്രകാരം മതം, വർഗം, ജാതി, ലിംഗം, ജനന സ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. ഇതോടൊപ്പം തന്നെ എന്താണ്? ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, സ്നാനഘട്ടങ്ങൾ, അതുപോലെ പൊതുനിരത്തുകൾ എന്നിവിടങ്ങളൊക്കെ തുല്യ പ്രവേശനവും ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ എന്താണ്? പൊതുജോലികളിലെ അവസര സമത്വം, അതുപോലെ തൊട്ടുകൂടായ്മ നിരോധനം, അതുപോലെ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒക്കെ സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണെന്നൊന്നുകൂടി നോക്കാം. എന്തൊക്കെയാണ് ഈ ഒരു അവകാശപ്രകാരം? എന്താണ്? മതം, വർഗം, ജാതി, ലിംഗം, ജനന സ്ഥലം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും പാടുള്ളതല്ല. അതോടൊപ്പം എന്താണ്? ഹോട്ടലുകൾ, കടകൾ, കിണറുകൾ, കുളങ്ങൾ, അതുപോലെ തന്നെ പൊതു സ്നാനഘട്ടങ്ങൾ, പൊതു നിരത്തുകൾ എന്നിവിടങ്ങളൊക്കെ തുല്യ പ്രവേശനവും ഉറപ്പു നൽകുന്നുണ്ട്. പിന്നെന്താണ്? പൊതുജോലികളിലെ അവസര സമത്വവും തൊട്ടുകൂടായ്മ നിരോധനവും സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. ഇത്രയും കാര്യങ്ങളൊക്കെ സമത്വത്തിനുള്ള അവകാശത്തിൽ പെടുന്നതാട്ടോ. ഇനി ഇവിടെ ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിന്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇത് ഭാഗം 3 ചിത്രമാണ് കേട്ടോ ഭരണഘടനയിലെ. അടുത്ത ഹെഡിങ് ആണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമുക്കറിയാം മൗലികാവകാശങ്ങൾ ആർട്ടിക്കിൾ എത്രയാണ്? 12 മുതൽ 35 വരെയാണ് അല്ലേ. അതായത് ഭാഗം 3 എത്ര വരെയാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. അപ്പോൾ സമത്വത്തിനുള്ള അവകാശം എത്രയാണ് വരുന്നത്? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് അല്ലേ സമത്വത്തിനുള്ള അവകാശം. ഇനി അടുത്ത് നമുക്ക് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നോക്കാം. അത് എത്രയാണ്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ ആട്ടോ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എത്രയാണ്? 19 മുതൽ 22 വരെയുള്ള ആർട്ടിക്കിളാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇനി എന്താണ് എന്ന് നോക്കാം. ദീർഘകാലം വൈദേശിക ആധിപത്യത്തിന് കീഴിൽ കഴിയേണ്ടി വന്ന ഇന്ത്യൻ ജനതയുടെ അഭിലാഷമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന മൗലികാവകാശത്തിൽ പ്രതിഫലിക്കുന്നത്. ഭരണഘടനയുടെ 19 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങൾ ഇതുപ്രകാരം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളും യുക്തിസഹമായ നിയന്ത്രണങ്ങളും വിശദീകരിക്കുന്നു. അപ്പം അനുച്ഛേദം 19 പരാമർശിച്ചിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തത് എന്താണ്? അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യം അല്ലേ. രണ്ടാമത്തത് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം. അടുത്തത് സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായി താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിൽ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പം ഇത്രയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? അഭിപ്രായ പ്രകടനത്തിനും ആവിഷ്കാരത്തിനുമുള്ള സ്വാതന്ത്ര്യമാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഇന്ത്യയിൽ എവിടെയും സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, സമാധാനപരമായിട്ട് സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ഇന്ത്യയിൽ എവിടെയും സ്ഥിരമായിട്ട് താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ഇഷ്ടമുള്ള തൊഴിൽ, വ്യവസായം, കച്ചവടം എന്നിവയിലൊക്കെ ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ ഇതൊക്കെ വരുന്നത് ആർട്ടിക്കിൾ 19 കേട്ടോ. ആർട്ടിക്കിൾ 19 A മുതൽ F വരെയുള്ളതാണ് ഇത്രയും ഭാഗങ്ങൾ. ഇനി ഇവ കൂടാതെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം തുടങ്ങിയ അവകാശങ്ങളാണ് 20 മുതൽ 22 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പറയുന്നത്. രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഈ സ്വാതന്ത്ര്യങ്ങൾ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്.
അതായത് രാജ്യത്തിന്റെ അഖണ്ഡത, പരമാധികാരം, സുരക്ഷിതത്വം തുടങ്ങിയ സാഹചര്യങ്ങളിലും ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ യുക്തിസഹമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. പിന്നെന്താണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അതുപോലെ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനൊക്കെയുള്ള അവകാശം എന്താണ്? അനുച്ഛേദം 20 മുതൽ 22 വരെയാണ് പറയുന്നത്. എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം നോക്കാം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 അല്ലേ. അപ്പോൾ 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ, അപ്പോൾ എത്രയാണ്? 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. 2010 ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. അപ്പോൾ 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചത് 2009 എന്നാൽ 2010 നിയമം നിലവിൽ വന്നത്. അപ്പോൾ 2010 കേട്ടോ ഈ ഒരു നിയമം നിലവിൽ വന്നത്. ഇപ്പോൾ 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി പ്രഖ്യാപിക്കപ്പെട്ടത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചെങ്കിലും 2010 ഏപ്രിലിലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ഒരുപാട് തവണ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഭേദഗതിയും അതുപോലെ വർഷവും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. ഇനി എന്താണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത് നോക്കാം. ഈ ഒരു നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതായിരുന്നു ഈ ഒരു നിയമത്തിന്റെ ലക്ഷ്യം. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും അതുപോലെ ഗുണനിലവാരമുള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഈ ഒരു നിയമത്തിലൂടെ ഉറപ്പാക്കിയത്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ഒരു നിയമം നിലവിൽ വന്നത്. ഏതായിരുന്നു? അനുച്ഛേദം 21A ആട്ടോ. 2009 ഈ ഒരു അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചത്. എന്നാൽ 2010 ഏപ്രിലാണ് നിയമം നിലവിൽ വന്നത്. അടുത്തത് ചൂഷണത്തിനെതിരായ അവകാശമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ സമത്വത്തിനുള്ള അവകാശവും അതുപോലെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണല്ലേ പഠിച്ചത്. ഇനി ആർട്ടിക്കിൾ 23 മുതൽ 24 വരെയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഇതെന്താണ്? നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സാമൂഹിക സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പാക്കി നൽകുക എന്നാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 23 എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആർട്ടിക്കിൾ 23 എന്താണ് പറഞ്ഞിട്ടുള്ളത്? എല്ലാവിധ അടിമ ജോലികളെയും അതുപോലെ മനുഷ്യ കച്ചവടത്തെയും അതുപോലെ ഇതൊക്കെ നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 23 കേട്ടോ. ഇനി ആർട്ടിക്കിൾ 24 പ്രകാരം എന്താണ്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 24. അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. അപ്പോൾ ആർട്ടിക്കിൾ 23 എന്തായിരുന്നു? എല്ലാവിധ അടിമ ജോലികളെയും മനുഷ്യ കച്ചവടത്തെയൊക്കെ നിരോധിക്കുന്നതാണ് ആർട്ടിക്കിൾ 23. 24 എന്തായിരുന്നു? 14 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികളെ ഖനികളിലോ അതുപോലെ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിക്കുന്നത് നിരോധിക്കുന്നു. അതായത് ബാലവേല നിരോധനമാണ് ആർട്ടിക്കിൾ 24 പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യയിൽ ഓരോരുത്തർക്കും സ്വീകാര്യമായ മതം അനുവർത്തിക്കുന്നതിനും അനുഷ്ഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നുണ്ട്. ഈ അവകാശം അവരവരുടെ മനസ്സാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്നതാണ്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും തുല്യ സംരക്ഷണവും മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ മേൽപ്പറഞ്ഞ അവകാശം പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയുടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരിക്കും. അപ്പോൾ സമത്വത്തിനുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും നമ്മൾ പഠിച്ചു. അതുപോലെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം കഴിഞ്ഞില്ലേ. അടുത്തതാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അത് എത്രയാണ്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ കേട്ടോ. 25 മുതൽ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നത്. എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണനയും അതുപോലെ തുല്യ സംരക്ഷണവും ഈ ഒരു മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. എന്നാൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പൊതുക്രമം, ആരോഗ്യം, ധാർമ്മികത എന്നിവയിലൊക്കെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ ഈ ഒരു അവകാശത്തിൽ എന്താണ് നിയന്ത്രണങ്ങൾ വരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തതാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ അല്ലേ. ഇനി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 29 മുതൽ 30 വരെയാണ് വരുന്നത്. ഈ ഒരു അവകാശത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്?
വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു രാജ്യമാണ് ഇന്ത്യ. മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ വൈവിധ്യത്തിൻ്റെ സവിശേഷതയാണ്. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായ ജനവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും എന്നാൽ പൊതുഭാഷയോ മതമോ സംസ്കാരമോ പിന്തുടരുന്നവരുമായിട്ടുള്ള ജനവിഭാഗങ്ങളാണിത് ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും അതുപോലെ വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും അതുപോലെ അവരുടെ ഭാഷയും ലിപിയും ഒക്കെ സംരക്ഷിക്കുന്നതിനും അതുപോലെ വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണിത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഇത് പ്രകാരം മതപരവും ഭാഷാപരവും സാംസ്കാരികവുമായിട്ടുള്ള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശമൊക്കെ ഈ ഒരു ആർട്ടിക്കിളിലൂടെ തന്നിട്ടുണ്ട്. ഇതിലൂടെ അവർക്ക് സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കുവാനും പരിപോഷിപ്പിക്കുവാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളിൽ പറയുന്നത്. ഇനി ഇവിടെ ഒരു ടീച്ചറും കുട്ടിയും തമ്മിലുള്ളൊരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസം സൗജന്യമായി ലഭിക്കുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശപ്രകാരമാണോ എന്നാണ് കുട്ടിയുടെ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത്. അല്ല, സൗജന്യ വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണെന്നാണ് പറയുന്നത്. അപ്പോൾ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സൗജന്യ വിദ്യാഭ്യാസം ഏതിൽ പെടുന്നതാണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ പെടുന്നതാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ, മാറിപ്പോവരുത്. ഇത് അത്യാവശ്യം വലിയൊരു ചാപ്റ്ററാണ്. ഇനി ഒരുപാട് പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അടുത്ത പാർട്ട് ഞാൻ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. മിസ് ചെയ്യാതെ ആ ഒരു ക്ലാസ്സും കാണണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.